ശാന്താകാരം ഭുജഗശീനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ശ്രീകൃഷ്ണൻ ഹസ്തനപുരത്തിലേക്ക് മടങ്ങുന്നതും ജരാസന്ധൻ്റെ ബന്ധനത്തിൽപ്പെട്ട രാജാക്കന്മാർ ഭഗവാനെ സ്തുതിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ ദുരിതങ്ങളും അല്ലയോ ഭഗവാനെ, എല്ലാ സുഖങ്ങളുടെയും സംഭരണിയായിരിക്കുന്ന ഗോവിന്ദൻ എന്നാണ് അങ്ങയുടെ നാമം. അവിടുത്തെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവൻ സ്വന്തം ഇന്ദ്രിയങ്ങളെ തന്നെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. അതിനാൽ അങ്ങ് ഗോവിന്ദൻ എന്നറിയപ്പെടുന്നു. ഭക്തന്മാരുടെ സർവ്വ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവസാനിപ്പിക്കാൻ അങ്ങയ്ക്ക് കഴിയുന്നതിനാൽ അങ്ങ് എന്നെന്നും കീർത്തിമാനുമാണ്. അതിനാൽ ഞങ്ങളെ അങ്ങയുടെ സമർപ്പിതാത്മാക്കളായിട്ട് സ്വീകരിച്ചാലും എന്ന് രാജാക്കന്മാർ പ്രാർത്ഥിച്ചു. ജരാസന്ധന്റെ കാരാഗ്രഹത്തിൽ നിന്നും വിമോചിതരായ രാജാക്കന്മാരുടെ പ്രാർത്ഥന കേട്ട് എന്നും സമർപ്പിത ആത്മാക്കളുടെ രക്ഷകനും ഭക്തന്മാർക്ക് കരുണാവാരിധിയുമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അർത്ഥപൂർണവും കനത്തതും മധുരവുമായ അതീന്ദ്രിയ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: നാം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു മുടക്കവും കൂടാതെ നിങ്ങൾ നമ്മുടെ ഭക്തിയുത സേവനത്തിൽ ആസക്തരായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതനുസരിച്ചാണ് നാം ഈ അനുഗ്രഹം നൽകുന്നത്. നാം സദാ പരമാത്മാ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെ ദൃഷ്ടി നമ്മുടെ നേരെ തിരിഞ്ഞ് ഇരിക്കുന്നതിനാൽ നിങ്ങൾ നമ്മളെ മറക്കാനും ക്രമേണ സ്വഗ്രഹത്തിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിയെത്താനും ഇടവരും. എല്ലാവരുടെയും നാഥൻ എന്ന നിലയിലാണ് നാം നിങ്ങൾക്ക് സതുപദേശം നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട രാജാക്കന്മാരെ, ഭൗതിക സുഖങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഉപേക്ഷിക്കാനും പകരം നമ്മുടെ ഭക്തിയുത സേവനത്തിൽ തിരിയാനുള്ള തീരുമാനം നിങ്ങളുടെ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഇന്നു മുതൽ നിങ്ങൾ ആനന്ദമയമായ ജീവിതം കൊണ്ട് സദാ അനുഗ്രഹീതരായിരിക്കും. ഇവിടെ ഭഗവാൻ ഘനഗംഭീരമായ ശബ്ദത്തിൽ ആ രാജാക്കന്മാരോട് ഇപ്രകാരം പറഞ്ഞു. അർത്ഥപൂർണവും കനത്തതും മധുരവുമായ അതീന്ദ്രിയ സ്വരത്തിൽ ഈ രാജാക്കന്മാരോട് പറഞ്ഞു: നാം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു മുടക്കവും കൂടാതെ നിങ്ങൾ നമ്മുടെ ഭക്തിയുത സേവനത്തിൽ ആസക്തരായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് അനുസരിച്ചാണ് നാം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്: സദാ തദ്ഭാവഭാവിത. ഏതേത് വിധത്തിൽ യോം യാം യാം ധനഭക്തക, ഏതേത് പ്രകാരത്തിൽ എന്നെ ഭജിക്കുന്നുവോ അതനുസരിച്ചുകൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലാണ് നിങ്ങൾ എന്നോട് അനുഗ്രഹം ചോദിച്ചത് അതേ ഭാവത്തിൽ തന്നെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിവിടെയും ഭഗവാൻ പറയുന്നു. ഇന്നു മുതൽ ഒരു മുടക്കവും കൂടാതെ നിങ്ങൾ നമ്മുടെ ഭക്തിയുത സേവനത്തിൽ ആസക്തരായിരിക്കും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. യഥാർത്ഥ കറകളഞ്ഞ ഭക്തനാകണമെങ്കിൽ നമുക്ക് ഈ പ്രത്യക്ഷ ഭക്തി, പ്രകടന ഭക്തിയിൽ നിന്നൊക്കെ യഥാർത്ഥ അചഞ്ചലമായ ഭക്തിയിലേക്ക് വരണമെങ്കിൽ തന്നെ ഭഗവാന്റെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യത്തിന് പാത്രീഭൂവനാകണം എന്നർത്ഥം. അതാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നത്: തേഷാമേവ അനുകമ്പാർത്ഥമഹം. ഭഗവാന്റെ അനുകമ്പ നേടുക തന്നെ വേണം. അപ്പോൾ മാത്രമാണ് ഭഗവാൻ പരമാത്മാ രൂപത്തിൽ അന്തര്യാമിയായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനിൽ പ്രാപിക്കാനുള്ള എല്ലാവിധ യോഗ്യതയും നൽകുന്നതും ഭഗവാൻ തന്നെയാണെന്നർത്ഥം. അപ്പം ഞങ്ങളുടെ ദൃഷ്ടി, അതായത് നിങ്ങളുടെ ദൃഷ്ടി നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കണം. അതായത് ഭക്തരുടെ നമ്മുടെ ഈ മായയിൽ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഭഗവാന്റെ നേരെ നമ്മുടെ ദൃഷ്ടി തിരിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ദൃഷ്ടി തെറ്റിയാൽ ചിലപ്പോൾ മായയിൽപ്പെടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് മഹാബലിയെ പോലും സുതലത്തിലേക്ക് നയിച്ചിട്ട് ഭഗവാൻ തന്നെ കാവൽ നിൽക്കും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ഈ ജന്മവാസന എന്ന് പറയുന്ന ആസുരി ഭാഗം ജന്മസിദ്ധമായിട്ടുള്ളത് ജാതിയാലുള്ളത് തൂത്തിയാൽ പോവില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ദൃഷ്ടിയുള്ളിടത്തോളം കാലം വാസനാബലം തലപൊക്കില്ല.
ഇല്ലെങ്കിൽ ഈ മായ എന്ന് പറയുന്ന സംഗതി ലേശം ഒന്ന് ദൃഷ്ടി തെറ്റിയാൽ നമ്മൾ മായയിൽപ്പെടും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ജ്ഞാനം നേടിക്കഴിയുമ്പം ഈ ആധ്യാത്മികമായിട്ട് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ തിരക്കും വലിയ ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉയർന്നു കഴിയുമ്പോൾ ആചാര്യന്മാർക്ക് വരെ ബ്രഹ്മജ്ഞാനികൾക്ക് പോലും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജപതപാദികളൊക്കെ ചെയ്ത് കഠിനമായ സാധനയിലൂടെ ആയിരിക്കും കറകളഞ്ഞ ഭക്തരായിട്ട് മാറിയ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ഭഗവാനിൽ ഉറച്ച ഒരു ഭക്തനായിട്ട് മാറുകയും ചെയ്യാം. അപ്പോൾ ഈ ഭക്തിയുത സേവനം, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഭക്തിയുത സേവനത്തിലൊക്കെ ഏർപ്പെടുമ്പം പല വിധത്തിലുള്ള തിരക്കുകൾ കൊണ്ടോ ഇല്ലേ സമയക്രമ ചിട്ട പാലിക്കപ്പെടാതെ പ്രായോഗികമായിട്ട് തന്നെ പറ്റാതിരിക്കുകയും അപ്പോൾ നാം ചെയ്തുകൊണ്ടിരുന്ന സാധനാബലത്തിന് കോട്ടം തട്ടുകയും ചെയ്യും. അതാണ് ഈ ദൃഷ്ടിയിൽ നിന്ന് മാറാതിരിക്കുക എന്ന് പറയുന്നത്. ദൃഷ്ടിയിൽ നിന്ന് മാറാതെ എങ്ങാനും മറിഞ്ഞു പോയാൽ മായ ആക്രമിക്കും. അപ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ പോയി ചെന്ന് പെടുക എന്ന് മാത്രമല്ല, പണ്ഡിതനായ ആൾ മണ്ടനായി പോവും സ്ഥിരനിഷ്ഠമായിട്ട് മായയിൽപ്പെട്ടു കഴിഞ്ഞാൽ. അപ്പം മണ്ടനായിരിക്കുന്ന ആളും സാധനാബലം ലഭിച്ചാലോ, എത്ര ദുരാചാരി ആയിരുന്നാലും എല്ലാ സാധനാബലം ജപിച്ചാൽ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ വാൽമീകി മഹർഷിയായി തീർന്നല്ലോ. ഇതൊക്കെ വെറുതെ കഥ. രാമായണ മാസം തീരുമ്പോൾ ഞാൻ എത്ര വട്ടം കർക്കിടക മാസം രാമായണം വായിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ ഒരു പ്രാവശ്യം തന്നെ വായന പൂർത്തിയാക്കാറില്ല, കാരണം കഴിയാറില്ല. അങ്ങനെ ഒരു നിയമവും ഇല്ല. നമ്മൾ കർക്കിടക മാസം 1-ാം തീയതി, ഇതൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്. ദിവസവും ഒരു കാലത്തെ ഒരു സംസ്കാരമായിരുന്നു ഹിന്ദുക്കളുടെ ഗ്രഹങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ചു നേരമെങ്കിലും ഈ പകൽ കിടന്ന് ഉറങ്ങുക എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട് കാർന്നവന്മാര് രാമായണവും ഭാഗവതവും ഒക്കെ വായിച്ചിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കർക്കിടക മാസം വരുമ്പോൾ മാത്രമേ വായിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇത്ര പ്രാവശ്യം വായിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ചിലര്. ഇനി ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ സമയമുണ്ടോ എന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം തന്നെ മുഴുവനാക്കല് വളരെ ചിലപ്പോൾ ഒരു മാസവും കൂടെ കഴിയുമ്പോഴാണ് പൂർത്തിയാക്കാൻ സാധിക്കുക. കാരണം ഞാൻ വെറുതെ വായിച്ചു പോവുകയല്ല എന്നർത്ഥം. വെറുതെ വായിച്ച് തീർക്കാന്നുള്ള ഉദ്ദേശത്തിൽ വായിക്കുകയല്ല. നമുക്ക് പൂർണ്ണമായിട്ട് സത്യയോടെ ഇരുന്ന് വായിക്കാൻ കിട്ടുന്ന സമയത്ത് മാത്രമേ എടുത്ത് വായിക്കുകയുള്ളൂ. അല്ലാതെ അത് മുടങ്ങാതെ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ദിവസം മുടങ്ങിപ്പോയാൽ എന്ത് തലയിൽ ഇടുത്തി വീഴുന്നുള്ള ചിന്തയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇതാണ് യഥാർത്ഥത്തിൽ വ്യക്തിഗത സേവനത്തിൽ ആസക്തരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊന്നും ഭ്രമിക്കേണ്ടോ ടെൻഷൻ ആകണ്ടോ. നമ്മൾ നിഷ്കളങ്ക ഭാവത്തിൽ നമ്മുടെ യുക്തിസഹജമായിട്ട് ഭഗവാനെ ഭജിക്കാനുള്ള അധികാരം നമുക്ക് ഭഗവാൻ നൽകിയിട്ടുണ്ടല്ലോ. ഈ മറ്റുള്ളവർ പറയാൻ പറയുന്നത് കേൾക്കാനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ചഞ്ചലാവസ്ഥയിലാവണത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയൊക്കെ പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത്, നാം സദാ പരമാത്മാ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യും. അത് തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര, എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഓർമ്മയായിട്ട് ഞാൻ തന്നെ നിൽക്കും. അതാണ് ഏറ്റവും വലിയ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ വിചാരിച്ചുകൊണ്ട്, അപ്പൊ ഈ ജപതപാദികൾ സാധനാബലം നിത്യ നൈമത്യ കർമ്മങ്ങളിലൂടെ ചെയ്യുന്നത് നമ്മൾ എത്ര തന്നെ ശ്രേഷ്ഠമായ പദവിയിലെത്തിയാലും അതൊന്നും ഉപേക്ഷിക്കരുതെന്നാണ് ഞാൻ പറയാം. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യജ്ഞദാന തപകർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിയതമായിട്ടുള്ള ശരീരത്തിന് വരെ, ശരീരം കൊണ്ട് നമുക്കിപ്പം നിത്യനൈമിത്യ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുന്നത് വരെ നമ്മളത് ഒരിക്കലും മുടക്കം വരുത്തരുത്. നിത്യനൈമിത്യകരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ മായയിൽപ്പെടും. അതാണ് പ്രശ്നം. നമുക്കിപ്പോ തോന്നും, ഇപ്പൊ ഈ ശ്രേഷ്ഠതയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മായയിൽപ്പെടില്ല എന്നുള്ളത്, അങ്ങനെ ഒരു തോന്നൽ വരെ അഹങ്കാരാന്ന് ഞാൻ പറയാം. ഞാൻ ഇത്രയൊക്കെ എത്തിയില്ലേ, ഇനി മായയിൽപ്പെടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ആ തോന്നൽ തന്നെ അഹങ്കാരാണ്. കാരണം ഭഗവാന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നമ്മൾ മായയിൽപ്പെടാതിരിക്കും. കലി ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ സാധിക്കണം. ഭഗവാന്റെ ദൃഷ്ടി നമ്മിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ദൃഷ്ടി ഭഗവാനിലും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രം, അതായത് ഭക്തിയുത സേവനത്തിൽ തന്നെ ആസക്തമായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതനുസരിച്ചാണ് നാം നിങ്ങളെ അനുഗ്രഹിക്കുന്നതെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം.
അതാണ്, നിങ്ങൾ എപ്രകാരം ആഗ്രഹിച്ചോ അപ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത്. നാം സദാ പരമാത്മാ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ദൃഷ്ടി നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നതിനാൽ നമ്മുടെ ദൃഷ്ടി നിങ്ങൾക്ക് നേരെ, അതായത് നിങ്ങളുടെ ദൃഷ്ടി നമ്മുടെ നേരെ, അതായത് ഭഗവാന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ നമ്മളെ മറക്കാതിരിക്കാനും ക്രമേണ സ്വഗ്രഹത്തിലേക്ക് അഥാ ഭഗവത് ധാമത്തിലെ എൻ്റെ ഇരിപ്പിടത്തിലേക്ക് അഥവാ പരമപദത്തിലേക്ക് എത്താനും ഇടവരും. സംശയമൊന്നും വേണ്ട. അപ്പം എല്ലാ കാലത്തും നമ്മുടെ ദൃഷ്ടി ഭഗവാനിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അവസാനം ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ യോഗ്യത കിട്ടുകയും. എല്ലാവരുടെയും നാഥൻ എന്ന നിലയിലാണ് നാം നിങ്ങൾക്ക് ഈ സതുപദേശം നൽകുന്നത്. കേവലം നിങ്ങൾക്ക് മാത്രമല്ല, ലോക നന്മയ്ക്ക് ഉപദേശം ഉപകാരപ്പെടും എന്നർത്ഥം. എല്ലാം എൻ്റെ ഭക്തരായിട്ട് വർത്തിക്കുന്നവർക്കെല്ലാം എത്തരത്തിലാണ് എന്നെ ഭജിക്കുന്നതെന്ന് ഈ ഉപദേശത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. പ്രിയപ്പെട്ട രാജാക്കന്മാരെ, ഭൗതിക സുഖങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഉപേക്ഷിക്കാനും പകരം നമ്മുടെ ഭക്തിയുത സേവനത്തിലേക്ക് തിരിയാനുമുള്ള തീരുമാനം നിങ്ങളുടെ സൗഭാഗ്യത്തിന്റെ പ്രഥമ ലക്ഷണമാണ്. ഇന്നു മുതൽ നിങ്ങൾ ആനന്ദമയമായ ജീവിതം കൊണ്ട് സദാ അനുഗ്രഹീതരായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മെക്കുറിച്ച് പറഞ്ഞതെല്ലാം വാസ്തവം തന്നെയാണെന്ന് നാം ഉറപ്പിച്ചു പറയും. കൃഷ്ണ അപബോധമില്ലാത്തവന് ഭൗതിക സമൃദ്ധി അവന്റെ പതനത്തിനും അതോടൊപ്പം മായയുടെ ശക്തിക്കും ഇരിപ്പിടമായിരിക്കും. അതിന് കാരണമായി ഭവിക്കുകയും ചെയ്യും എന്നതാണ് സത്യം. കഴിഞ്ഞ കാലങ്ങളിൽ ഹൈഹയൻ, നഹുഷൻ, വേനൻ, രാവണൻ, നരകാസുരൻ, കംസൻ തുടങ്ങി വിദ്രോഹികാരികളായിട്ടിരിക്കുന്ന അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. അവരിൽ ചിലർ ദേവന്മാരായിരുന്നു, ചിലർ അസുരന്മാരുമായിരുന്നു. എന്നാൽ തങ്ങളുടെ പദവിയെ കുറിച്ചുള്ള ധാരണയുടെ ഫലമായിട്ട് അവർക്ക് പതനം സംഭവിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ രാജ്യത്തിലെ രാജാക്കന്മാരല്ലാതാവുകയും ചെയ്തു. സ്വാഭാവിക ജീവിതത്തിന്റെ ഹിംസാത്മകതയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും എല്ലാവരും ഓർക്കണം. ഭൗതികമായ സകലത്തിനും വളർച്ച, വികാസം, അപജയം, തിരോധാനം എന്നീ ഘട്ടങ്ങളുണ്ട്. ഭൗതിക ശരീരങ്ങളെല്ലാം ഈ അവസ്ഥകൾക്ക് വിധേയമാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം പോലും ഈ 4 അവസ്ഥയ്ക്ക് കാരണമാണ്. അതായത് ഭൗതികമായ സകലത്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പോലും അതുണ്ടാവുകയും വളർച്ച പ്രാപിക്കുകയും വികാസം പ്രാപിക്കുകയും അപജയം സംഭവിക്കുകയും തിരോധാനം സംഭവിക്കുകയും ചെയ്യും. ഈ ഘട്ടങ്ങൾ കടന്നേ മതിയാകും. ഭൗതിക കാര്യങ്ങളിലെല്ലാം തന്നെ ഈ അവസ്ഥയ്ക്ക് വിധേയമാണ്. ഭൗതിക വസ്തുക്കളെല്ലാം, ഈവൻ ശരീരങ്ങളടക്കം വരെ ഈ അവസ്ഥയിലാണ് നിലനിൽക്കുക. ആപേക്ഷികമായിട്ട് ഈ ശരീരം നേടുന്നതൊക്കെ ആത്യന്തികമായിട്ട് നാശത്തിന് വിധേയമാണ്. ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും ആത്യന്തികമായിട്ട് ആ നേട്ടങ്ങളും നാശത്തിന് വിധേയമാണ്. അതിനാൽ നശ്വരമായവയോട് ഒരാളും ആസക്തനാകരുത്. അതായത് നശിക്കുന്നതായ ഒരു വസ്തുവിനോടും മനുഷ്യൻ ആസക്തനാകരുത്. ഭൗതിക ശരീരത്തിൽ കുടികൊള്ളുന്നിടത്തോളം ലൗകികമായ ഇടപാടുകളിലെല്ലാം ഒരു കരുതലുണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഭൗതിക ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവൻ കൊണ്ട് ശരീരത്തിൻ്റെ നാഥനായിട്ട് നമ്മൾ മനുഷ്യ ശരീരം എടുത്ത് ഈ ലൗകികമായ ജീവിതത്തിൽ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ ഇടപാടുകളിലും നല്ലവണ്ണം ഒരു കരുതലുണ്ടായിരിക്കണം. അതായത് ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഓരോ ചുവടും വയ്ക്കേണ്ടത് എന്നർത്ഥം. ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിൽ നിരതരാവുകയും അവരുടെ സ്ഥിതിക്ക് അനുസരിച്ചുള്ള സവിശേഷ ധർമ്മങ്ങൾ സത്യസന്ധമായിട്ട് നിർവഹിക്കുക എന്നതുമാണ് എല്ലാം തികഞ്ഞ ജീവിത രീതി. ഇപ്പം മനുഷ്യൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഭഗവാൻ ഇവിടെ രാജാക്കന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിക്കുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞല്ലോ, കേവലം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ സദുപദേശം നൽകുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കും എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ആ ഭക്തനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഈശ്വരനെ കണ്ടിട്ടോ കേട്ടിട്ടോ നേരിട്ടോ എന്തെങ്കിലും അനുഭവത്തിലൂടെ ഈശ്വരനെ മനസ്സിലാക്കിയവർ എന്ന് പറയുന്ന അവബോധം ഉണ്ടായിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ ഒന്നുകിൽ പൂർവികർ പറഞ്ഞിട്ടുള്ളതോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ കാണിച്ചു തന്നതോ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളോ
ഒക്കെ ഭൗതിക തലത്തിൽ ഈ മായാപ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ചിലതൊക്കെ ചെയ്ത് അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ അനുഭവിച്ചറിഞ്ഞവർ വിരളിൽ എണ്ണാവുന്നവരെ ഉണ്ടാവൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ 99% ഭഗവാനെ പറ്റി അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് പലതും ഭക്തിയിൽ തന്നെ പ്രകടമാക്കുന്നത്. അത് സത്യമാണ്. നമ്മളെല്ലാവരും ഒന്ന് ശരിക്കും നമുക്ക് ബോധ്യം വന്നിട്ടാണോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഒരു ക്ഷേത്രദർശനമായാലും ജപതപാദികളിലൂടെ ആയാലും ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ആ വിശ്വാസം യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിശ്വാസമാണോ, അതോ അന്ധമായിട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടോ അനുകരണ ഭാവത്തിലോ ഉണ്ടായിട്ടുള്ള വിശ്വാസമാണോ? അപ്പം അപ്പൊ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നു നിരീശ്വരവാദികൾ പറയുന്നത് അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദികളോ യുക്തിവാദികളായിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ നേരിട്ട് അറിയാൻ പാടില്ലാത്തതൊന്നും വിശ്വസിക്കാത്തവര് എന്നാണ് അവർ കരുതുന്നത്. അപ്പൊ അവരുടെ ജീവൻ തന്നെ അവരുടെ ശരീരത്തിരിക്കുന്ന അവ്യക്ത സ്വരൂപമാണ്. അതെങ്ങനെ വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ ഞാൻ പറയുന്നതില്ല എന്ന് പറയുമ്പോഴും അവിടെ ജീവനാണ്, ഭഗവാന്റെ അംശം തന്നെയാണ് കൊണ്ട് ഇവർക്ക് പറയിപ്പിക്കുന്നത്. പക്ഷെ അവരത് നേരിട്ട് പ്രൂഫ് വ്യക്തമല്ലാത്തത് കൊണ്ട് അത് നേരിട്ട് പ്രൂഫൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ധവിശ്വാസികളും നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയിട്ട് മാറുന്നത്. ഞാൻ പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ അന്ധമായിട്ട് വിശ്വസിച്ചാൽ പോലും നിങ്ങൾക്ക് ചിന്തയിലും വാക്കിലും, ഇത് കോമൺ ആയിട്ട് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലും പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും എല്ലാം ഗുണവും ദോഷവും. ഇതിലേതെങ്കിലും ഗുണങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണെങ്കിൽ തന്നെ അത് ഫോളോ ചെയ്തുകൂടെ? ഈശ്വരനെ പറ്റിയോ ഈശ്വരൻ്റെ എന്ന് വരെ പോസ്റ്റ് തന്നെ ഇല്ല, അന്ധമായിട്ട് വിശ്വസിക്കേണ്ടെന്ന് വെച്ചോളൂ. ഇപ്പം നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയാലും എന്തെങ്കിലും കാര്യം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ വരുമെങ്കിൽ അതിനെ വിശ്വസിച്ചുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.